ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് വോട്ടർമാർക്ക് ഒന്നുകൂടി ചിന്തിക്കാനും ആരാണ് ഇനി ഭരണത്തിൽ വരേണ്ടത് എന്ന തീരുമാനമെടുക്കാനും സഹായിക്കുന്ന ഒരു വീഡിയോയിലേക്കാണ് പോകുന്നത്. ഇടതാണ് ഭരിക്കുന്നതെങ്കിലും വലതാണ് ഭരിക്കുന്നതെങ്കിലും അവർ തമ്മിലുള്ള ആ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് അത് എങ്ങനെയായിരുന്നു എന്നത് ഓരോ വോട്ടർമാരും മനസ്സിലാക്കേണ്ടതാണ്. തിരഞ്ഞെടുപ്പ് വാർത്തകൾ സ്പോൺസർഡ് ബൈ BLM. പാർട്ടി ഏതുമാകട്ടെ എല്ലാവരും വോട്ട് ചെയ്യുക. ഈ മത്സരോത്സവം ഏറ്റവും നല്ല സർക്കാരിനെ ലഭിക്കാൻ. BLM ജനപക്ഷത്ത് തകർക്കാനാകാത്ത വിശ്വാസം. കാര്യകാരണങ്ങൾ സഹിതമാണ് ഇത് ഇവിടെ വ്യക്തമാക്കുന്നത്. അതിലേക്ക് പോകാം. കേരളത്തിലെ LDF UDF അവിശുദ്ധ കൂട്ടുകെട്ട്, UDFന്റെ പൊള്ളയായ ആരോപണങ്ങൾ, CPM-ഉമായുള്ള തങ്ങളുടെ രഹസ്യബന്ധം പുറത്താകും എന്ന് ഭയന്നാണ് കോൺഗ്രസ് നേതാക്കൾ BJP-ക്കെതിരെ അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. BJP-യുടെ 300-ലധികം പ്രവർത്തകരെ കൊല്ലുകയും 1500-ലധികം പേരെ അംഗഭംഗം വരുത്തുകയും ചെയ്ത പാർട്ടിയാണ് CPM. എന്നാൽ അവരുമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഒരു സഖ്യമുണ്ടാക്കുക എന്നത് BJP-ക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. LDF-ഉം BJP-യും രണ്ട് വ്യത്യസ്ത പ്രത്യയശാസ്ത്രങ്ങളാണ്. എന്നാൽ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും രണ്ടല്ല, ഒന്നാണ്. കോൺഗ്രസ് നേതൃത്വം നൽകിയ UPA സർക്കാരിനെ പിന്തുണച്ച കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ഈ ബന്ധം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. 2004 മുതൽ 2009 വരെയുള്ള ഒന്നാം UPA സർക്കാരിന്റെ കാലത്ത് CPM-ഉം കോൺഗ്രസും കേന്ദ്രത്തിൽ ഒന്നിച്ചായിരുന്നു. ആ കാലഘട്ടത്തിലാണ് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികൾ നടന്നത്. 2G സ്പെക്ട്രം അഴിമതി, ടെലികോം ലൈസൻസുകൾ തുച്ഛമായ വിലയ്ക്ക് നൽകിയതിലൂടെ 1.76 ലക്ഷം കോടി രൂപയുടെ നഷ്ടം രാജ്യത്തിനുണ്ടായി. ആദർശ് ഹൗസിംഗ് അഴിമതി, യുദ്ധത്തിൽ വീരമൃത്യു വരിച്ചവരുടെ വിധവകൾക്കായി നിർമ്മിച്ച വീടുകൾ അധികാരമുള്ളവർ തട്ടിയെടുത്തു. കൽക്കരി അഴിമതി, ലേലമില്ലാതെ കൽക്കരി പാടങ്ങൾ ഇഷ്ടക്കാർക്ക് നൽകിയതിലൂടെ 1.86 ലക്ഷം കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചു. അഴിമതി നിറഞ്ഞ UPA സർക്കാരിന്റെ പ്രധാന തൂണായിരുന്നു അന്ന് CPM എന്നത് മറക്കരുത്. കഴിഞ്ഞ 10 വർഷമായി കേരളത്തിൽ കോൺഗ്രസ് ആയിരുന്നു പ്രധാന പ്രതിപക്ഷം. എന്നാൽ ഒരു ദിവസം പോലും കാര്യക്ഷമമായ പ്രതിപക്ഷമായി അവർ പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന ചോദ്യം പൊതുജനങ്ങൾ ചോദിക്കേണ്ടതാണ്. പല ഘട്ടങ്ങളിലും പരോക്ഷമായി അവർ LDF സർക്കാരിനെ സഹായിക്കുകയായിരുന്നു. നിലവിൽ കേന്ദ്രത്തിൽ അവർ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. എന്നാൽ കേരളത്തിലെ ജനങ്ങളെ കബളിപ്പിക്കാൻ അവർ ഇവിടെ വ്യാജ പോരാട്ടം നടത്തുകയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സഖ്യത്തെക്കുറിച്ച് പറഞ്ഞാൽ BJP-യെ അധികാരത്തിൽ നിന്ന് അകറ്റി നിർത്താൻ പല തദ്ദേശ സ്ഥാപനങ്ങളിലും LDF-ഉം UDF-ഉം കൈകോർക്കുന്നുണ്ട്. അയിരൂർ പഞ്ചായത്ത്, പത്തനംതിട്ടയിലാണ് അയിരൂർ പഞ്ചായത്ത്. 2025-ലെ തിരഞ്ഞെടുപ്പിൽ BJP ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയായി എങ്കിലും BJP അംഗം പ്രസിഡന്റ് ആകുന്നത് തടയാൻ LDF-ഉം UDF-ഉം ഒന്നിച്ചു വോട്ട് ചെയ്തു. തിരുവൻവണ്ടൂർ പഞ്ചായത്ത്, ആലപ്പുഴയിലാണ് തിരുവൻവണ്ടൂർ പഞ്ചായത്തുള്ളത്. 2020-ൽ NDA ഏറ്റവും വലിയ കക്ഷിയായി എങ്കിലും UDF പിന്തുണയോടെ CPM ഭരണം പിടിച്ചെടുക്കുകയായിരുന്നു. NDA തോൽപ്പിക്കാൻ നടത്തിയ മറ്റു നീക്കങ്ങൾ, 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ് നിയമം, BJP-യുടെ അക്കൗണ്ട് പൂട്ടിക്കുമെന്ന് LDF-ഉം UDF-ഉം പരസ്യമായി പ്രഖ്യാപിച്ചത് ജനങ്ങൾ മറന്നിട്ടില്ല. UDF വോട്ടുകൾ തന്ത്രപരമായി LDF-ന് മറിച്ചു. അതിലൂടെ BJP സ്ഥാനാർത്ഥി ശ്രീ കുമ്മനം രാജശേഖരൻ പരാജയപ്പെടുകയും ശ്രീ V ശിവൻകുട്ടി വിജയിക്കുകയും ചെയ്തു. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്, തിരുവനന്തപുരത്ത് UDF സ്ഥാനാർത്ഥിയായി തരൂർ മത്സരിച്ചപ്പോൾ LDF-നെ പ്രതിനിധീകരിച്ചത് ശ്രീ പന്ന്യൻ രവീന്ദ്രനായിരുന്നു. NDA പരാജയപ്പെടുത്താൻ UDF-ന് അനുകൂലമായി വോട്ട് മറിക്കാൻ വേണ്ടി LDF അവിടെ മനഃപൂർവ്വം ഒരു ദുർബലനായ സ്ഥാനാർത്ഥിയെയാണ് രംഗത്തിറക്കിയത്. ഇതിന്റെ ഫലമായി തരൂർ ആ സീറ്റിൽ വിജയിച്ചു. 2016-ലെയും 2021-ലെയും നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ശ്രീ K സുരേന്ദ്രൻ UDF സ്ഥാനാർത്ഥികളോട് നേരിയ വോട്ടുകൾക്കാണ് പരാജയപ്പെട്ടത്. 2016-ൽ PB അബ്ദുൾ റസാഖിനെതിരെ വെറും 89 വോട്ടുകൾക്കും 2021-ൽ ശ്രീ AKM അഷ്റഫിനെതിരെ 745 വോട്ടുകൾക്കുമായിരുന്നു ഈ തോൽവി. രണ്ട് തിരഞ്ഞെടുപ്പുകളിലും BJP-യുടെ വിജയം തടയാൻ വേണ്ടി LDF വോട്ടുകൾ തന്ത്രപരമായി UDF സ്ഥാനാർത്ഥികൾക്ക് മറിച്ചു നൽകുകയായിരുന്നു. രണ്ട് കക്ഷികളും ഒരുമിച്ച് നിന്ന കാര്യങ്ങൾ പരിശോധിക്കുകയാണ് എങ്കിൽ 2024 പൊതുതെരഞ്ഞെടുപ്പിലും വയനാട് ഉപതെരഞ്ഞെടുപ്പിലും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും എതിരെ LDF ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തി അവരെ സഹായിച്ചു. ഇത് അവർക്ക് വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ സഹായകമായി. LDF-ഉം UDF-ഉം ഒരേ നിലപാട് സ്വീകരിച്ച വിഷയങ്ങളുമുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തെ LDF-ഉം UDF-ഉം ഒരുപോലെ എതിർക്കുകയും അതിനെതിരെയുള്ള പ്രതിഷേധങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്തു. ദേശീയ പൗരത്വ രജിസ്റ്റർ NRC-യെ രണ്ട് മുന്നണികളും എതിർത്തു. ഇത് ജനങ്ങളെ പുറന്തള്ളുമെന്നും വിവേചനം ഉണ്ടാക്കുമെന്നുമുള്ള ഒരേ വാദമാണ് ഇവർ ഉയർത്തിയത്. മുത്തലാഖ് ക്രിമിനൽ കുറ്റമാക്കാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തെ LDF-ഉം UDF-ഉം ഒരുപോലെ വിമർശിച്ചു. അയോധ്യ രാമക്ഷേത്ര വിഷയം, അയോധ്യയുമായി ബന്ധപ്പെട്ട് BJP മുന്നോട്ട് വെച്ച നിലപാടുകളെ പിന്തുണയ്ക്കാതെ രണ്ട് മുന്നണികളും രാഷ്ട്രീയമായി സമാനമായ വിട്ടുനിൽക്കൽ നയമാണ് സ്വീകരിച്ചത്.
ശബരിമല വിഷയത്തിലോ ഈ വിഷയത്തിൽ ഇരു മുന്നണികളും രാഷ്ട്രീയമായി പരസ്പരം സഹായിക്കുന്ന നിലപാടാണ് എടുത്തത്. സുപ്രീം കോടതി വിധിയുടെ പേരിൽ LDF യുവതീ പ്രവേശം നടപ്പിലാക്കിയപ്പോൾ UDF അതിനെ ശക്തമായി എതിർക്കാതെ മൗനം പാലിച്ചു. ഇത് ശബരിമലയിലെ സാഹചര്യം വഷളാക്കാൻ സഹായിച്ചു എന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നു. ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് സംസ്ഥാനങ്ങളുടെ അധികാരത്തെയും ഫെഡറൽ സംവിധാനത്തെയും തകർക്കും എന്ന് പറഞ്ഞ് ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ രണ്ട് മുന്നണികളും സംയുക്തമായി എതിർത്തു. ദേശീയ വിദ്യാഭ്യാസ നയം വിദ്യാഭ്യാസ മേഖലയിൽ സംസ്ഥാനങ്ങളുടെ പങ്ക് കുറയ്ക്കുന്നു എന്നാരോപിച്ച് കേന്ദ്രത്തിൽ വിദ്യാഭ്യാസ നയത്തെ ഇരു മുന്നണികളും വിമർശിച്ചു. ഏകീകൃത സിവിൽ കോഡ് ഇന്ത്യയുടെ വൈവിധ്യത്തെയും ന്യൂനപക്ഷ താൽപര്യങ്ങളെയും ബാധിക്കുമെന്ന് പറഞ്ഞ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കാനുള്ള നീക്കങ്ങളെ രണ്ടു കൂട്ടരും എതിർത്തു. ഗവർണറുടെ പങ്ക് കേന്ദ്ര സർക്കാർ നിയമിച്ച ഗവർണർമാർ സംസ്ഥാന ഭരണത്തിൽ ഇടപെടുന്നു എന്നാരോപിച്ച് ഗവർണർക്കെതിരെ LDFും UDFും ഒരുപോലെയാണ് രംഗത്ത് വന്നത്. NIA-യുടെ അധികാരപരിധി നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അധികാരം സംസ്ഥാനങ്ങളിൽ വ്യാപിപ്പിക്കുന്നതിനെതിരെ രണ്ട് മുന്നണികളും ആശങ്ക പ്രകടിപ്പിച്ചു. GST നഷ്ടപരിഹാരം കേന്ദ്ര സർക്കാരിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ട GST നഷ്ടപരിഹാരത്തിന് രണ്ട് മുന്നണികളും ഒന്നിച്ചു നിന്നു. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം കേന്ദ്ര സർക്കാരിന്റെ വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണ നയങ്ങളെ രണ്ട് മുന്നണികളും എതിർത്തു. മണ്ഡല പുനർനിർണയം ജനസംഖ്യാ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ പുനർനിർണയിച്ചാൽ കേരളം പോലുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ നഷ്ടപ്പെടും എന്ന കാര്യത്തിൽ ഇരു മുന്നണികളും ഒരുപോലെ ആശങ്ക രേഖപ്പെടുത്തി. UAPA ഭേദഗതികൾ കേന്ദ്ര ഏജൻസികൾക്ക് കൂടുതൽ അധികാരം നൽകുന്ന UAPA നിയമത്തിലെ മാറ്റങ്ങളെ LDFും UDFും വിമർശിച്ചു. പലസ്തീൻ അനുകൂല റാലികൾ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിനിടെ ഹമാസിനെ വെള്ളപൂശാനും അവർക്ക് പിന്തുണ നൽകാനും സഹായിക്കുന്ന രീതിയിലുള്ള പലസ്തീൻ അനുകൂല റാലികളിൽ LDFും UDFും ഒരുപോലെ പങ്കെടുത്തു. ലവ് ജിഹാദ് എന്നൊന്നില്ല എന്നും അതൊരു സംഘടിത ഗൂഢാലോചന അല്ല എന്നും LDFും UDFും ആവർത്തിച്ചു പറഞ്ഞു. വോട്ടർ പട്ടിക പുതുക്കൽ SIR വന്നപ്പോൾ വോട്ടർ പട്ടികയിലെ പ്രത്യേക പരിശോധനയെ രണ്ട് മുന്നണികളും എതിർത്തു. ഇത് വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള നീക്കമാണെന്ന് ഇവർ ഒരുപോലെ ആരോപിച്ചു. പറയൂ, ഇവർ തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടില്ലേ? വോട്ടർമാർ നിശ്ചയിക്കുക. ഇനി LDFും UDFും ഒരുപോലെ ഉൾപ്പെട്ട അഴിമതികളും വീഴ്ചകളുമുണ്ട്. ശബരിമല കൊള്ളയിൽ LDF പറഞ്ഞത് LDFിന്റെ പങ്ക് ദ്വാരപാലക വിഗ്രഹങ്ങളിൽ നിന്നുള്ള സ്വർണ്ണ മോഷണം ശബരിമലയുടെ പവിത്രത സംരക്ഷിക്കുന്നതിൽ LDFിന്റെ പരാജയത്തെ തുറന്നു കാട്ടുന്നു. LDF നിയന്ത്രണത്തിലുള്ള ദേവസ്വം ബോർഡിന് കീഴിൽ അയ്യപ്പസ്വാമിയുടെ ഖജനാവ് ഒരു സംഘടിത കൊള്ളയ്ക്കുള്ള വസ്തുവായി മാറി. 5 കിലോ സ്വർണത്തിന്റെ മോഷണത്തിന് ദേവസ്വം മന്ത്രിയും LDF നിയമിതരും ഒത്താശ ചെയ്തു. മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് A പത്മകുമാർ, കമ്മീഷണർ N വാസു എന്നിവരെ അറസ്റ്റ് ചെയ്തു. ഇനി UDF ഈ കൊള്ളയിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ള ബന്ധം അന്വേഷണത്തിൽ പുറത്തുവന്നു. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സുഹൃത്തുക്കളായിരുന്നു സോണിയാഗാന്ധിയും മറ്റു കോൺഗ്രസ് MPമാരും. UDF MPമാരായ അടൂർ പ്രകാശും ആന്റോ ആന്റണിയുമാണ് ഇയാൾക്ക് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുക്കിയതെന്ന വിവരങ്ങൾ പുറത്തുവന്നു. അതുപോലെ തന്നെ KMSCL മരുന്നുകൾക്കായി കമ്പനികൾക്ക് 693.78 കോടി രൂപ നൽകാനുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജിലെ കെട്ടിടം തകർന്ന് ബിന്ദു എന്ന സ്ത്രീ മരിച്ചത് ഭരണപരമായ തകർച്ചയുടെ തെളിവാണ്. ഇതൊക്കെ ആരോഗ്യ പ്രതിസന്ധി സൃഷ്ടിച്ച കാര്യങ്ങളാണ്. അതുപോലെ തന്നെ കോൺഗ്രസിലേക്ക് വരുമ്പോൾ CAG റിപ്പോർട്ട് പ്രകാരം മരുന്നുകളുടെ കുറവ് 66% വരെയായി. 21.23 കോടി രൂപയുടെ സ്റ്റോക്ക് വ്യത്യാസങ്ങൾ കാരണങ്ങൾ വ്യക്തമാക്കാതെ KMSCL എഴുതിത്തള്ളി. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനും എക്സാലോജിക് കമ്പനിയും സ്വകാര്യ കമ്പനിയിൽ നിന്ന് 1.73 കോടി കൈപ്പറ്റി എന്നതായിരുന്നു ഈ ഭരണകാലത്തെ ഏറ്റവും വലിയ അഴിമതി. AI ക്യാമറ പദ്ധതിയിൽ 232 കോടി, ലൈഫ് മിഷനിൽ 9 കോടി, ഇങ്ങനെയാണ് അഴിമതി ആരോപിക്കപ്പെട്ടത്. പിന്നെ വരുന്നത് വയനാട് ദുരിതാശ്വാസ നിധിയിൽ ലഭിച്ച 774 കോടിയിൽ ചിലവാക്കിയത് 165.87 കോടി മാത്രമാണ്. വയനാടിനായി സമാഹരിച്ച 3.14 കോടി രൂപയുടെ ആപ്പ് അപ്രത്യക്ഷമായി. വാഗ്ദാനം ചെയ്ത വീടുകൾ നിർമ്മിച്ചില്ല. ബാർ ലൈസൻസിനായി മന്ത്രിമാരായ KM മാണിയും K ബാബുവും കൈക്കൂലി ആവശ്യപ്പെട്ടതായി ആരോപണമുണ്ടായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത്. പാലാരിവട്ടം പാലം അത് അഴിമതിയുടെ ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കാം. മറ്റൊന്ന് പ്രീണന രാഷ്ട്രീയം. മദനിയെ വേദിയിൽ ഇരുത്തിയത് മുതൽ PFI നിരോധനത്തോടുള്ള മെല്ലെപ്പോക്ക് വരെ LDFിന്റെ പ്രീണനമാണ്. SFI കലോത്സവത്തിന് ഇന്തിഫാദ എന്ന് പേരിട്ടു. ജമാഅത്തെ ഇസ്ലാമിയുടെയും വെൽഫെയർ പാർട്ടിയുടെയും പിന്തുണ കോൺഗ്രസ് സ്വീകരിച്ചു. ഉമ്മൻചാണ്ടി ലവ് ജിഹാദ് ഇല്ല എന്ന് സഭയിൽ പറഞ്ഞതും സഖ്യകക്ഷികളെ പ്രീണിപ്പിക്കാനായിരുന്നു. രാജ്മോഹൻ ഉണ്ണിത്താൻ ഹമാസിനെ പരസ്യമായി പിന്തുണച്ചതും ഈ കക്ഷികളുടെ പ്രീണന രാഷ്ട്രീയത്തിന്റെ ഉദാഹരണമാണ്. തൊഴിലില്ലായ്മയെ കുറിച്ച് പറയേണ്ട, വ്യാജ വാഗ്ദാനങ്ങളെ കുറിച്ച് പറയേണ്ട. നമുക്കറിയാം, മദ്യവർജനം പ്രഖ്യാപിച്ചു വന്ന LDF ബാറുകളുടെ എണ്ണം 718 നിന്ന് 836 വർദ്ധിപ്പിച്ചു. റബ്ബറിന്റെ താങ്ങുവില 250 രൂപയാക്കുമെന്ന് പറഞ്ഞെടുത്ത് വെറും 20 രൂപ മാത്രമാണ് വർദ്ധിപ്പിച്ചത്. ഭൂരഹിതരില്ലാത്ത കേരളം പദ്ധതി പ്രകാരം പ്രഖ്യാപിച്ചതിന്റെ പകുതി പേർക്ക് പോലും ഭൂമി നൽകാൻ UDFിന് കഴിഞ്ഞില്ല എന്നതും ഒരു ചോദ്യമായി അവശേഷിക്കുകയാണ്. കൊലപാതകങ്ങൾ, ബാങ്ക് തട്ടിപ്പുകൾ, സർക്കാർ ധൂർത്ത്, റോഡുകളുടെ അവസ്ഥ, കുടിവെള്ളക്ഷാമം, ഇങ്ങനെ നിരനിരയായി ഇനിയും ഒരുപാട് കാര്യങ്ങളാണ് ഈ രണ്ട് ഭരണകാലത്തും കേരളത്തിലുണ്ടായത്. ശരിക്കും
അക്ഷരാർത്ഥത്തിൽ ഇടതു വലതു മുന്നണികൾ കേരളത്തെ ഭരിച്ചു മുടിപ്പിക്കുക തന്നെയായിരുന്നു. ഒരു പ്രയോജനമെങ്കിലും, സ്ഥായിയായ പ്രയോജനങ്ങൾ ഉണ്ടായിട്ടില്ല എന്നല്ല, പ്രയോജനങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷെ സ്ഥായിയായ എന്തെങ്കിലും പ്രയോജനമോ വികസനമോ ഈ രണ്ടു കൂട്ടർക്കും സംസ്ഥാനത്തിന് സംഭാവന ചെയ്യാൻ സാധിച്ചോ എന്നതാണ് ചോദ്യം. ശരിക്കും ഈ അവിശുദ്ധ കൂട്ടുകെട്ട് പൊളിയുകയാണ് വേണ്ടത്. ഈ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ കാരണങ്ങൾ, ഈ അവിശുദ്ധ കൂട്ടുകെട്ട് ഇവർക്കിടയിൽ ഉണ്ട് എന്ന് പറയാനുള്ള കാര്യകാരണങ്ങളാണ് ജനങ്ങൾക്ക് മുന്നിൽ ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്, ഇപ്പോൾ BJP മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ശരിക്കും ഓരോ വോട്ടർമാർക്കും ചിന്തിക്കാനുള്ള ഒരു അവസരമാണ്. വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ പ്രചാരണത്തിന്. ഈ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന വികസനങ്ങൾ, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന കോട്ടങ്ങൾ, നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന അഴിമതി കണക്കുകൾ, ഇതിലൂടെ വ്യക്തമായ ഒരു തീരുമാനം ഓരോ വോട്ടർമാരും എടുക്കണം. കാരണം ഇനി അടുത്ത അവസരം 5 വർഷങ്ങൾക്ക് ശേഷം മാത്രമേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് കർമാ ന്യൂസ്.